Alzerò i miei occhi verso i monti, il mio aiuto da dove mi verrà? Il mio aiuto verrà dal Signore che ha fatto il cielo e la terra. Il Signore è mio aiuto e mia forza, la sua ombra mi proteggerà. Non farà vacillare il tuo piede, il custode non si addormenterà. Veglierà su di noi il Signore, mio rifugio e mia difesa. Il Signore è mio aiuto e mia forza, la sua ombra mi proteggerà. Il Signore è ombra che ti copre ed il sole più non ti colpirà. La tua vita il Signore protegge ogni giorno per ora e per sempre. Il Signore è mio aiuto e mia forza, la sua ombra mi proteggerà. Signore Gesù, tu ci hai detto, in quest'ora non rifiuterò nulla all'anima che mi chiede per la mia passione. E noi con fiducia ti presentiamo, Gesù, tutte le nostre intenzioni e le nostre suppliche. Vogliamo pregare per tutti gli ammalati. കമ്പ്യൂട്ടർ ഇല്ലാതെ പോയി. ഞാനിപ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ എനിക്ക് എന്നാലും ഈശോയെ കാണാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഒരു ഫോണും കൊണ്ട് മറ്റേ ഫോണിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു യാതൊരു വിവരവുമില്ല. അപ്പം എന്തോ ഒരു ലൈറ്റ് കൊടുക്കണ്ട. ഞാനൊരു വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കോട്ടയത്തു നിന്ന് ഞാനെപ്പോഴും പറയുന്ന കൂട്ടുകാരി ജോമിന പാതുവേൽ വരുന്നുണ്ട് ഞായറാഴ്ച. അപ്പം എനിക്ക് അവരെ കാണേണ്ടതുണ്ടല്ലോ. ഗ്രൂപ്പിൻ്റെ കൂടെയാണ് 10-16 യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ പോയി. ഇനിയിപ്പോൾ പാതുവേൽ വന്നിട്ട് പിന്നെ റോമിൽ പോയിട്ട് 16-ാം തീയതി തിരിച്ചു പോകും. 11-ാം തീയതി പാതുവ പള്ളിയിൽ കാണാമെന്നും പറഞ്ഞിരിക്കണം. ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വന്തം അന്തോണീസ് കുഞ്ഞാലിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ കിടക്കുന്നത് ഈ ഒരു മുറിയിലാണ്, ഈ ഒരു ദിവാനിലാണ് എൻ്റെ സ്ഥിരതാമസം. ഞാനിങ്ങ് വന്ന് ഇതിപ്പോൾ കുറേ നാളായിട്ട് അടച്ചു പൂട്ടിയിട്ടിരുന്നതുകൊണ്ട് ഞാനിതൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അയൽവക്കത്തെ അവരെനിക്ക് അവരുടെ പാസ്വേഡ് തന്നു, എന്നിട്ട് ഞാൻ കണക്ഷൻ ചെയ്തതാണ്. ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ എൻ്റെ വീടും പരിസരവും എല്ലാം കാണിക്കുന്നതിന്. ദൈവം, ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക. ഇതെൻ്റെ അയൽവക്കക്കാരുടെ വീടാണ്. ഇവിടെ നമുക്ക് അപ്പാർട്ട്മെൻറ്റുകൾ കാണുന്നുണ്ടോ? എൻ്റെ കിച്ചൻ്റെ അവിടെ ഒറ്റയൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ഭയങ്കര പോഷ്, അതായത് ഈ ഏരിയ പൈസ ഉള്ള ആൾക്കാർ മാത്രം ജീവിക്കുന്നുണ്ട്. ഇതൊരാളുടെ വീടാണ്. ചേട്ടനും എന്നെയും മേളിലും താഴെയായിട്ട് പ്രായമുള്ള ഒരു അമ്മാമ്മ അവിടെ ഉണ്ട്.
അവർ ഈ ഒലിവ് മരങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ചുമന്നതല്ല, അത് ആ വേലിയുടെ അവിടെ ഉള്ളതാണ്. ഈ മറ്റേ പടർന്ന് നിൽക്കുന്ന മരം ഒലിവാണ്. അപ്പോൾ അവരിവിടെ ഇങ്ങനെ ഇതിടും, എന്താണ്, മൂവ് ചെയ്യാനുള്ള മെഷീൻ ഇടും. ഒരു ചെറിയൊരു മിനിയേച്ചർ കാറാണ്. കാറാ പുല്ലിൻ്റെ പുറത്ത് കൂടെ ഓടി കഴിയുമ്പോൾ എല്ലാം നല്ലതായിട്ട് ക്ലീൻ ആക്കി വെക്കും. ഇത് എൻ്റെ വീടിൻ്റെ മുൻവശത്തു നിന്നുള്ള ഭാഗമാണ്. ഇത് ആ സൈഡിൽ കാണുന്നത്. അതുവരെ നമ്മുടെ അതിർത്തിയാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ആ ഒലിവ് മരം. ഇത് ഒലിവ് മരമാണ്. അതിൻ്റെ അങ്ങപ്പുറത്തെ വേലിയുണ്ടല്ലോ, ആ ഒലിവ് മരത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം വരെയാണ് നമ്മുടെ. ഈ താഴെയെല്ലാം ഈ കാണുന്നത് നമ്മളൊരു അഡ്വക്കേറ്റ് തന്നെയാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ മുറിയിലാണ്. എനിക്ക് ഇവിടെ ഇരുന്നാൽ സൂര്യനെയും കാണാം, ചന്ദ്രനെയും കാണാം, എല്ലാം കാണാം. അപ്പോൾ ഞാനിത് ഇനിയിപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? ഇതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ എൻ്റെ പെട്ടി നിർമ്മാണം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇനി അതെല്ലാം അടുക്കി പെറുക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്താണ് ദിവാന്. അപ്പോൾ ഇതാണ് ഞാൻ കിടന്നുറങ്ങുന്ന മുറി. എനിക്കിതാണ് താല്പര്യം. എല്ലാം ഇനി ക്ലീൻ ചെയ്തു, നിലമെല്ലാം. ജോലിക്കാരി വന്ന് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഗതികേട്. അപ്പം ഇതാണ് ഓരോ സംവിധാനങ്ങൾ ഇവിടുത്തെ, മനസ്സിലായോ? ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇത് കിച്ചണല്ല, ഇത് ഊണുമുറിയാണ്. 8 പേർക്ക് ഇരിക്കാം. പുള്ളി വന്ന് കസേരയൊക്കെ കാലിൻ്റെ പുറത്തൊക്കെ എടുത്തതൊക്കെ എല്ലാം ഇനി അടുക്കി പെറുക്കാനുണ്ട്. ഇവിടെ ഇരുന്നൊരു TV ഉണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ. ഇപ്പം നിങ്ങൾ വന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ മുൻവശമാണിത്. ഓക്കെ, ആ ഒരു മരം അപ്പുറത്തു നിന്നാണ് കണ്ടത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. ഞങ്ങൾ കയറി വരുന്നത് നടത്തു കൂടെ സ്റ്റെയറാണ്. അപ്പോൾ ഈ ട്രീയുടെ പുറത്ത് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കായൊക്കെ. അതൊരു ഒലിവ് മരമാണ്. ആ ഒലിവ് മരത്തിനെയാണ് നിങ്ങളുടെ അപ്പുറത്ത് നിന്ന് കണ്ടത്. അവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചണാണ്. പിന്നെ ഇതൊക്കെ ഇനി ഓരോ അടുക്കിപ്പുറക്ക് വഴി ഒറ്റയ്ക്ക് നമ്മൾ പുള്ളിക്കാരൻ വന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതാ. ഇപ്പോൾ കിച്ചണിൽ നിന്ന് കാണുന്നതാണ് ഈ ഭാഗം. ഇവിടെയാണ് ബാൽക്കണി ഉള്ളത്. മറ്റേത് എൻ്റെ വിൻഡോയാണ്. ആളിതേ ഇവിടെ വന്നൊരു സെറ്റപ്പ് ആയാൽ അതിലിരുന്ന് ഉറങ്ങുകയും ചെയ്യും. 3-4 കുഷ്യനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ കമ്പിളി എടുത്ത് മോതി പഴിച്ച് കാലും എല്ലാം ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് അങ്ങനെ കിടന്നുറങ്ങും. ഇതിവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെക്കാനുള്ള. ഇപ്പോൾ ഇവിടെ 3:30 ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഹസ്ബൻഡ് കൂടെ പുറത്തേക്ക് പോകാൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പോയി തിരിച്ചു വരും.